ഹായ് ഗൈസ്, ബിഗ് ബോസ് വീട്ടിൽ ഇനി ഗ്രാൻഡ് ഫിനാലേക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പം ഗെയിം ഒന്നുകൂടി മുറുകും, സ്വാഭാവികം. നമ്മൾ ഒരു ഗെയിം കളിക്കാൻ പോകുമ്പം ചിലപ്പം പല സ്ഥലത്തുള്ളവർ ഒരുമിച്ച് കൂടിയെന്നിരിക്കും. അവിടെ സൗഹൃദ കൂട്ടായ്മ സ്ഥാപിക്കാനോ ആങ്ങളെയും പെങ്ങളും കളിക്കാനോ ഒന്നും നമ്മൾ പോകരുത്. പോയാൽ നമ്മൾ ആ സൗഹൃദ വലയത്തിനകത്ത് പെട്ടുപോയിട്ട് നമുക്ക് ഗെയിം കളിക്കാനോ നമുക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ ഷാനവാസും ആദിലയും നൂറയും ആങ്ങൾ പെങ്ങൾ കളികൾ കുറേ നടത്തി, ഒന്നും വിജയിച്ചതുമില്ല, അതിൽ നിലനിൽക്കാനും പറ്റിയില്ല. എന്തൊരു പ്രശ്നക്കാരാണ് ഈ പെൺപിള്ളേർ. എന്തോ എനിക്കറിയത്തില്ല. ആ ഗെയിമിൽ ആ അനുവിനെ ക്യാപ്റ്റനാക്കാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാമോ. അനു സ്ട്രൈറ്റായിട്ട് എന്നെ കൈ പിടിച്ചിരുന്ന ഇല്ല, ആൺപിള്ളേർ അങ്ങോട്ട് വലിക്കുമ്പോഴാണ് അവളുടെ കൈ അനങ്ങുന്നത്. ഇവരൊക്കെ ആഗ്രഹിച്ചു അനു ക്യാപ്റ്റനാകരുതെന്ന്. അതുപോലെ തന്നെ ബിഗ് ബോസ് ചോദിക്കുമ്പോൾ അനു നന്നായിട്ട് കളിക്കുന്നില്ല, അങ്ങനെ എങ്ങോട്ടാ പറഞ്ഞു. എന്തായാലും അനുവിനെ മാറ്റി, സാബുമാനായി. വെറുപ്പിക്കലെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ പെൺകുട്ടികൾക്ക് ഒരു അച്ചടക്ക സ്വഭാവം. ഇങ്ങനെ അങ്ങ് തൊള്ള തുറന്ന് ഇങ്ങനെ അങ്ങോട്ട് കിടന്ന് സംസാരിച്ച ആണുങ്ങൾ ഒച്ച എടുത്താലും കുറച്ച് അവർ ഒച്ച താഴ്ത്തിയൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്നു. ഈ രണ്ട് പെൺകുട്ടികൾ ഭയങ്കര വെറുപ്പിക്കൽ. ഇന്നവർ ഒരുമിച്ച് ചേർന്ന് നിന്ന് ഇപ്പം അവർക്ക് വിഷമം തോന്നുന്നു. അനുവിൻ്റെ ഒപ്പം ആണ് ഷാനവാസ് നിന്ന് ഗെയിം കളിക്കുന്നത്. അപ്പോൾ നേരത്തെ അവരങ്ങനെയല്ലായിരുന്നോ? ഈ നൂറ ഒന്ന് പറയുന്നുണ്ടായിരുന്നു, പുതിയൊരാളെ കിട്ടിയപ്പോൾ ഞങ്ങളെ വേണ്ടെന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ തന്നെയല്ലേ ഷാനവാസിന് ഇവരുടെ ഈ പെങ്ങന്മാർ കാർഡിറക്കിയ കള്ളക്കളി മനസ്സിലായിട്ട് ഷാനവാസ് പയ്യെ മുങ്ങി. അത് ഇവർക്ക് മനസ്സിലായില്ലായിരുന്നു. ഇന്ന് ഷാനവാസ് അത് വിളിച്ച് പറഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും പെങ്ങളുകുട്ടി കാർഡും ആങ്ങളക്കുട്ടി കാർഡും ഒന്നും ഇറക്കാതെ ഷാനവാസ് നിന്ന് ഗെയിം കളിച്ചാൽ ഷാനവാസിന് കൊള്ളാം. ഫ്രണ്ട്ഷിപ്പ് കൂടി അനീഷിനെ വലയിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ അനീഷ് അത് മനസ്സിലാക്കി, അനീഷ് പിന്മാറി. അനീഷ് ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നു. ഇവിടെ സൗഹൃദ വലയത്തിൽ പെട്ടുപോയാൽ ഇവിടെ ഗെയിം കളിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഇന്ന് അവിടെ ഈ പെൺപിള്ളേർ കാണിച്ച ആ അനുവിനോട് എനിക്കത് ഭയങ്കര ഒരു വിഷമവും വെറുപ്പിക്കലും ആയിപ്പോയി. അനു നന്നായിട്ട് ഗെയിം കളിച്ച് വന്നതായിരുന്നു, അതിനെ തളർത്തി മാറ്റി കളഞ്ഞെന്ന്.